വായ്പുണ്ണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും വരാത്തവരായിട്ട് ആരുമില്ല. വായ്പുണ്ണ് വരുന്നതിന്റെ കാരണങ്ങളും വായ്പുണ്ണ് എളുപ്പത്തിൽ പരിഹരിക്കുവാനുള്ള ചില ഹോം റെമഡീസിനെ കുറിച്ചും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വായ്പുണ്ണ് ക്യാൻസർ ആവാനുള്ള ചാൻസസ് ഉണ്ടോ, ഇതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായ്പുണ്ണ് വരുവാൻ പല റീസൺസ് ഉണ്ട്. ചില വിറ്റമിൻസിന്റെ കുറവ് മൂലം വിറ്റമിൻ B12, സിങ്ക്, അയൺ, അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ഇവയുടെയൊക്കെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഈ ഒരു വായ്പുണ്ണ് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മൾ വളരെ ഹാർഷായിട്ട് ബ്രഷ് ചെയ്യുന്നത് മൂലം വായ് പൊട്ടിയതിനു ശേഷം അവിടെ നമുക്ക് അൾസർ വരുവാനുള്ള ചാൻസസ് ഉണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അറിയാതെ കടിക്കുന്നത് മൂലം, അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഉറക്കത്തിൽ നമ്മൾക്ക് പല്ല് കടിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിലും അവരിലും നമുക്ക് ഇതേപോലെ തന്നെ അറിയാതെ കടിച്ചതിന് ശേഷം അവിടെ ഇൻഫ്ലമേഷൻസ് വന്നിട്ട് ഈ ഒരു പുണ്ണ് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. അമിതമായിട്ടുള്ള സ്ട്രെസ്സും ഉറക്കക്കുറവും ഈ ഒരു വായ്പുണ്ണിന്റെ ഒരു മെയിൻ കാരണമാണ്. സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവർക്കും ഈ ഒരു വായ്പുണ്ണ് റിക്കറന്റ് ആയിട്ട് വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പല ഇൻഫെക്ഷൻസിന്റെയും ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വായ്പുണ്ണ് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. യൂഷ്വലി നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ്ട്രിക് അൾസർ, IBS എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ടെൻഡൻസി വരിക, ഭക്ഷണം കഴിച്ചാൽ ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ ആ തക്ഷണം നമുക്ക് ടോയ്ലറ്റിൽ പോകണം, അങ്ങനത്തെ ടെൻഡൻസി ഉള്ളവരെയാണ് IBS ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് അവരിലും ഇത്തരം വായ്പുണ്ണ് കണ്ടുവരാറുണ്ട്. പൈലോറി ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് യൂഷ്വലായിട്ട് കണ്ടുവരാറുണ്ട്. ഷുഗർ പേഷ്യൻസ് ഒക്കെ പ്രോപ്പറായിട്ട് അവരുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാതെ വരുന്ന സമയത്തും ഇത്തരം വായ്പുണ്ണ് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. ഹോർമോണൽ വേരിയേഷൻസ് മൂലം ഫീമെയിൽസിലൊക്കെ ആണെങ്കിൽ പീരിയഡ്സ് വരുന്ന സമയത്തും ഇത്തരം നമ്മൾ മൗത്ത് അൾസേഴ്സ് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്തവരിലും ഇത്തരം നമ്മൾ റിക്കറന്റ് ആയിട്ടുള്ള മൗത്ത് അൾസർ അഥവാ വായ്പുണ്ണ് നമ്മൾ കണ്ടുവരാറുണ്ട്. സാധാരണയായിട്ട് ഈ ഒരു വായ്പുണ്ണ് നമുക്കൊരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് ചെറിയൊരു ഹോം റെമഡീസിലൂടെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ചിലരിൽ ഇത് 1-2 ആഴ്ച അല്ലെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കാറുണ്ട്. ചില സമയത്ത് വളരെ വലിപ്പമുള്ളതും വളരെ പെയിൻഫുൾ ആയതും വായ് നിറയെ ആയിട്ടും ഈ വായ്പുണ്ണുകൾ വരാറുണ്ട്. വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. യൂഷ്വലി നമുക്ക് വായ്പുണ്ണ് നമുക്ക് ക്യാൻസറസ് ആയിട്ട് മാറാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. പുകയിലയൊക്കെ യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവരിലും ഫാമിലി ഹിസ്റ്ററിയിൽ ഈ ക്യാൻസറിന്റെ ഹിസ്റ്ററി ഒക്കെ ഉള്ളവരാണെങ്കിലും വളരെ റെയർ ആയിട്ട് നമുക്കൊരു വായ്പുണ്ണ് നമുക്ക് ചില സമയങ്ങളിൽ മൗത്ത് ക്യാൻസർ ആയിട്ട് മാറുവാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് യൂഷ്വലി നമുക്ക് വരുന്ന വായ്പുണ്ണിനെക്കാട്ടിലും വളരെ വലിപ്പമുള്ളതും 1 സെന്റിമീറ്റർ കൂടുതൽ വലിപ്പമുള്ളതും അല്ലെങ്കിൽ ആ വന്ന വായ്പുണ്ണിൽ വേദനയൊന്നും ഇല്ലാതെ വളരെ ഇറഗുലർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അത് മറ്റ് ക്യാൻസറസ് ഒന്നും അല്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ്. വായ്പുണ്ണ് വരുന്ന സമയത്ത് 1-2 ഒക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കാവുന്നതാണ്. പക്ഷെ വായ് നിറച്ച് നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ യൂഷ്വലി നമുക്ക് എന്തെങ്കിലും മറ്റു അസുഖങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം വന്നിരിക്കുന്നത്. സോ അങ്ങനെയുള്ളവരാണ് തീരെ സംസാരിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ വൈകാതെ തന്നെ നമ്മൾ ഡോക്ടറെ കാണേണ്ടതും മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യകതയും ഉള്ളതാണ്. വായ്പുണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ചില ഹോം റെമഡീസിലൂടെ നമുക്കൊരു 3-4 ദിവസത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വായിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടും ഇടയ്ക്കിടയ്ക്ക് വായിൽ കൊള്ളുന്നതും ഇതിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ പനിക്കൂർക്കയുടെ നീരെടുത്തിട്ട് നമുക്കത് റിക്കറന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ എഫക്റ്റീവ് ആണ്. നീരെടുക്കോ അല്ലെങ്കിൽ നമുക്ക് പനിക്കൂർക്കയുടെ ഇല ജസ്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വായ്പുണ്ണുള്ള ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പനിക്കൂർക്കയുടെ ഇല വേണമെങ്കിൽ നമുക്ക് ചവച്ചരച്ച് കഴിക്കുന്നത് നമുക്ക് പല ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കുവാനും വയറിന്റെ ചില പ്രോബ്ലംസിനും ഒക്കെ വളരെയധികം ബെനിഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പുണ്ണുള്ള ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്രാമ്പൂ അരച്ച പേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. മഞ്ഞളിന്റെ പേസ്റ്റ് നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നതും വളരെ എഫക്റ്റീവ് ആണ്. ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ദിവസത്തിൽ ഒരു 3-4 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു 3-4 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തൈര് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. തൈര് ഇല്ലെങ്കിൽ വെള്ളത്തിൽ 1 സ്പൂൺ ചേർത്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വായി കൊള്ളുന്നതും വളരെ എഫക്റ്റീവ് ആണ്. ഹോം റെമഡീസിനോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇപ്പൊ വിറ്റമിൻ B12 ഒക്കെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്കൊരു
വിറ്റമിൻ ബി കോംപ്ലക്സിന്റെ മെഡിസിൻസ് നമുക്കൊരു 7-8 ദിവസം നമുക്ക് എടുത്താൽ തന്നെ നമുക്ക് ചിലരിൽ അത് പെട്ടെന്ന് തന്നെ മാറുന്നത് കണ്ടുവരാറുണ്ട്. ഈ ഒരു 7 ദിവസം കഴിച്ചിട്ടും ഈ ഒരു അൾസർ മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓറൽ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൗത്ത് വാഷ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രഷ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ബ്രഷ് ചെയ്യുക. 2-3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസേന കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളമായിട്ട് നമ്മൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൈര് നമ്മൾക്ക് ദിവസവും ഒരു ബൗൾ വെച്ചിട്ട് നമ്മൾ ഡെയിലി നമ്മൾ ഈ റിക്കറന്റ് ആയിട്ട് ഈ ഒരു മൗത്ത് അൾസറിന്റെ പ്രോബ്ലംസ് ഉള്ളവർ ഡെയിലി നമ്മളിത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയസ് ഉണ്ടാവാനും പല ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ഇത് നമ്മളെ സഹായിക്കും. വിറ്റമിൻ B12 ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ ഈ റിക്കറന്റ് ആയിട്ട് വരുന്ന വായ്പുണ്യം നമുക്ക് വളരെയധികം എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തേണ്ടതാണ്. ഫ്രൂട്ട്സിലേക്ക് വരുമ്പോൾ ആപ്പിൾ നമുക്ക് കഴിക്കാം, പേരയ്ക്ക കഴിക്കാം. വെജിറ്റബിൾസ് നമ്മൾ കൂടുതലായിട്ടും ഇലക്കറികൾ നമ്മൾ കഴിക്കാവുന്നതാണ്. വിറ്റമിൻ B12 അടങ്ങിയ മറ്റു ഭക്ഷണങ്ങളായ നമുക്ക് ഇറച്ചി, മീൻ, മുട്ടയൊക്കെ നമുക്ക് പാലും ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ എഫക്റ്റീവ് ആണ്. പുകയില ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ അത് റിക്കറന്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. റിക്കറന്റ് ആയിട്ടും വളരെ മൾട്ടിപ്പിൾ അൾസേഴ്സ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ ഹോം റെമഡീസിലൂടെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുവാൻ പാടുള്ളതല്ല. നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നമ്മൾ കാണേണ്ടതാണ്. കാരണം പല അസുഖത്തിന്റെയും, ഞാൻ ഓൾറെഡി പറഞ്ഞു, പല അസുഖത്തിന്റെയും ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു മൗത്ത് അൾസർ വരുവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് നമ്മൾ ഈ ഹോം റെമഡീസ് അല്ലെങ്കിൽ വിറ്റമിൻ ബി കോംപ്ലക്സിന്റെ മെഡിസിൻസ് കൊണ്ട് നമുക്ക് മാത്രം മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. സോ ഒരു ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ നമുക്കത് ഡെഫിഷ്യൻസി മൂലമാണോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ടാണോ, ഇപ്പൊ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ, IBS അതിന്റെ റിലേറ്റഡ് ആയിട്ടൊക്കെ ആണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താവുന്നതാണ്. സോ ഇതിന്റെ കൂടെ നമുക്ക് ആ ഒരു അസുഖത്തിനും കൂടെ മെഡിസിൻസ് എടുത്ത് അതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു വിറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ മെഡിസിൻസ് കഴിക്കുന്നത് മൂലം നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. ഹോമിയോപ്പതിയിലും വായ്പുണ്ണിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. സാധാരണ വരുന്ന ചെറിയ വായ്പുണ്ണാണെങ്കിൽ നമുക്കൊരു 3-4 ദിവസത്തിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. റിക്കറന്റ് ആയിട്ട് വരുന്നതും വളരെ പെയിൻഫുൾ ആയിട്ടും മറ്റു അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന വായ്പുണ്ണാണെങ്കിൽ നമുക്ക് കുറച്ച് അധിക ദിവസം നമ്മൾ മെഡിസിൻസ് കഴിക്കേണ്ടി വരും. സോ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോമിയോപ്പതിക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം മെഡിസിൻസ് കഴിച്ചാൽ നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ റിക്കറൻസി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മൗത്ത് അൾസറിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടും മാറിയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.